എല്ലാ കൂട്ടുകാർക്കും ലെറ്റ്സ് ടോക്ക് വിത്ത് ശരത് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് 9ാം ക്ലാസ് ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത എപ്പിസോഡാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചു നിർത്തിയത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഫസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ പോലുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ച് അവസാനിപ്പിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫ്യൂഷൻ പോലുള്ള മറ്റൊരു പ്രോസസ്സാണ്. നമ്മളതിനെ വിളിക്കും ഓസ്മോസിസ് എന്ന് വിളിക്കും. ഓസ്മോസിസ് ഇതെന്ന് വിളിക്കും ഓസ്മോസിസ്. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? ഓസ്മോസിസിനെ പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓസ്മോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഡിഫ്യൂഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താണ് ഡിഫ്യൂഷൻ? ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾ ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ വിത്ത് ഓർ വിത്തൗട്ട് സെമി പെർമിബിൾ മെംബ്രെയിൻ എന്നാണ് പഠിച്ചത്. ഇൻ കേസ് ഓഫ് ഓസ്മോസിസ് ഇവിടെ നമ്മൾ കൂടുതൽ പറയുന്നത് വാട്ടറിൻ്റെ കേസാണ്. വാട്ടർ ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലോട്ട് മൂവ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ വിളിച്ച പേരാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ബട്ട് ഇവിടെ നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു സെമി പെർമിബിൾ മെംബ്രെയിൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഓസ്മോസിസ് എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ മോളിക്യൂൾ ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ, ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിബിൾ മെംബ്രെയിൻ. ചിലയിടത്ത് സെമി പെർമിബിൾ മെംബ്രെയിൻ എന്നും ചിലയിടത്ത് സെലക്റ്റീവ് പെർമിബിൾ മെംബ്രെയിൻ എന്നും എന്ത് ചെയ്യാറുണ്ട്? രേഖപ്പെടുത്താറുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ എന്താണ്? ഒരു സെമി പെർമിബിൾ മെംബ്രെയിൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്? വാട്ടർ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഈ ഒരു പ്രതിഭാസത്തെ നമ്മൾ വിളിച്ച പേരാണ് ഓസ്മോസിസ് എന്ന് വിളിച്ചത്. മലയാളം മീഡിയക്കാരാണെങ്കിൽ എന്ത് പറയും? ഗാഢത കൂടിയെടുത്ത് നിന്ന് ഗാഢത കുറഞ്ഞിടത്തേക്കുള്ള ജലത്തിൻ്റെ പ്രവാഹമാണ്. അത് ഏതിലൂടെയാണ് പ്രവഹിക്കുന്നത്? ഒരു അർദ്ധതാര്യ സ്ഥലം വഴിയാണ് പ്രവഹിക്കുന്നത്. അപ്പോൾ എന്താണ്? ഒരു അർദ്ധതാര്യ സ്ഥലത്തിലൂടെ ഗാഢത കൂടിയെടുത്തുനിന്ന് ഗാഢത കുറഞ്ഞിടത്തേക്കുള്ള ജലത്തിൻ്റെ ചലനമാണ് എന്തെന്ന് പറയുന്നത്? ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോൺസെൻട്രേഷൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ വാട്ടർ മൂവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മളെ ബോഡി അബ്സോർവ് ചെയ്യുന്ന പല സന്ദർഭങ്ങളിലും വാട്ടർ അബ്സോർവ് ചെയ്യുന്നത് ഏത് പ്രോസസ്സ് വഴിയാണ്? ഓസ്മോസിസ് വഴിയാണ്. ഇതിന് പ്രത്യേകിച്ച് എനർജിയുടെ ആവശ്യമൊന്നും നിലവിലില്ല, എനർജി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലോട്ട് എന്ത് ചെയ്യും? മൂവ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ വിളിച്ച പേരാണ് ഓസ്മോസിസ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഓസ്മോസിസ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ മോളിക്യൂൾ ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിബിൾ മെംബ്രെയിൻ. ഇനി ഓസ്മോസിസ് പോലുള്ള മറ്റൊരു പ്രോസസ്സാണ് ഓസ്മോസിസ്. ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലോട്ട് മൂവ് ചെയ്യുന്നതാണെങ്കിൽ അടുത്തത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വാക്കിൽ തന്നെ ഉണ്ടല്ലോ, ആക്റ്റീവായിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഇവിടെ ഒരു എനർജി ആവശ്യമാണ്. സോ ഹിയർ ദ മോളിക്യൂൾ മൂവ് ഫ്രം ലോ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ. അപ്പോൾ ഗാഢത കുറഞ്ഞെടുത്തുനിന്ന് ഗാഢത കൂടിയെടുത്തേക്കുള്ള മൂവ്മെൻ്റാണ് എന്തെന്ന് പറയുന്നത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ചില സബ്സ്റ്റൻസ് അബ്സോർവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഒന്നും കറക്റ്റ് ആയിരിക്കത്തില്ല. അപ്പോൾ ആ മോളിക്യൂൾ നമുക്ക് എങ്ങനെ അബ്സോർവ് ചെയ്യാൻ പറ്റും? ലോവർ കോൺസെൻട്രേഷനും ഹയർ കോൺസെൻട്രേഷനോട്ട് അബ്സോർവ് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ വേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? യൂട്ടിലൈസിങ് എനർജി. ഒരു ഊർജം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹയർ കോൺസെൻട്രേഷനിലോട്ട് എന്ത് ചെയ്യും? ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് എന്ത് ചെയ്യും? വസ്തുക്കൾ അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ത് ചെയ്യും? മാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ്? ഗാഢത കുറഞ്ഞെടുത്തുനിന്ന് ഗാഢത കൂടിയെടുത്തേക്കുള്ള മോളിക്യൂളിൻ്റെ മൂവ്മെൻ്റ് ആണ്. അവിടെ എന്താണ് പ്രത്യേകത? തന്മാത്രകൾ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ എന്താ പ്രത്യേകത? അവിടെ എന്ത് വേണം? ഒരു എനർജി വേണം. ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ക്യാരിയർ പ്രോട്ടീൻ. അപ്പോൾ സഹായിക്കാനായിട്ട് എന്ത് വേണം? ഒരു പ്രോട്ടീൻ്റെ സഹായം കൂടി വേണം എന്നാണ് പറയുന്നത്. അതാണ് എന്തെന്നറിയപ്പെടുന്നത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നറിയപ്പെടുന്ന പ്രോസസ്സ്. അപ്പോൾ ഇത് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്ന സന്ദർഭം എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സന്ദർഭം നമുക്ക് നോക്കാം. When an concentration of glucose and salt decreases in the small intestine, absorption takes place by active transport. അപ്പോൾ എന്താണ്? നമ്മുടെ ചെറുകുടലിൽ ഗ്ലൂക്കോസിൻ്റെയോ സാൾട്ടിൻ്റെയോ കോൺസെൻട്രേഷൻ കുറവാണ്. എന്നാൽ നമ്മളെ ബോഡിക്ക് അവയെ ഉപേക്ഷിച്ച് കളയാനും പറ്റത്തില്ല. അവരെ നമുക്ക് എന്ത് ചെയ്യണം? അബ്സോർവ് ചെയ്തെടുക്കുകയും വേണം. ഈ സന്ദർഭത്തിൽ എന്ത് ചെയ്യും? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ആ മോളിക്യൂളിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ബോഡിയിലേക്ക് അബ്സോർവ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു പ്രോസസ്സിൻ്റെ സഹായമുള്ളത് കൊണ്ട് തന്നെ ഒരു ഗ്ലൂക്കോസോ അല്ലെങ്കിൽ മറ്റു ചില നമുക്ക് വേണ്ട എലമെൻറ്റ്സോ നഷ്ടപ്പെട്ടു പോകാതെ എന്ത് ചെയ്യാൻ പറ്റും? സെല്ലിന് വേണ്ട എലമെൻറ്റ്സ് എല്ലാം നമുക്ക് അബ്സോർവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്
ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. ബിക്കോസ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് ടു അബ്സോർബ് ലോ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ വിത്ത് യൂസിങ് എനർജി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കാരിയർ പ്രോട്ടീൻ. ഒരു കാരിയർ പ്രോട്ടീൻ്റെ സഹായത്തോടു കൂടി ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും ഹയർ കോൺസെൻട്രേഷനിലോട്ട് എലമെൻസിനെ ക്യാരി ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അതുകൊണ്ട് നമ്മുടെ ബോഡിക്ക് വേണ്ട ഒരു പ്രോസസ്സ് കൂടിയാണ് എന്തെന്ന് പറയുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഗ്ലൂക്കോസ് പോലുള്ള നമ്മുടെ ബോഡിക്ക് അത്യാവശ്യം വേണ്ട എലമെൻസ് ഒന്നും ലോസ് ചെയ്ത് പോവാതെ, നഷ്ടപ്പെട്ടു പോവാതെ തിരിച്ചു പിടിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ സ്മോൾ ഇൻഡസ്ട്രീനൊക്കെ ബന്ധപ്പെട്ട് അവിടെ അബ്സോർപ്ഷനും കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നാൽ എന്താണ് ലാർജ് ഇൻഡസ്ട്രീൻ്റെ പ്രോസസ്സ്, അല്ലെങ്കിൽ ലാർജ് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്നാണ് നോക്കുന്നത്. ഓക്കെ, ലാർജ് ഇൻഡസ്ട്രി നമുക്കറിയാം വൻകുടൽ എന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ് അല്ലേ ലാർജ് ഇൻഡസ്ട്രി. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു ദഹന പ്രക്രിയ അല്ലെങ്കിൽ ഡൈജഷൻ എൻഡ് ചെയ്യുന്നത് എപ്പോഴും സ്മോൾ ഇൻഡസ്ട്രിയിലാണെന്ന് നമ്മൾ പറഞ്ഞു. സ്മോൾ ഇൻഡസ്ട്രിയിലാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഡൈജസ്റ്റീവ് പ്രോസസ്സ് എൻഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഇനി ലാർജ് ഇൻഡസ്ട്രിയിലോട്ട് എത്തുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടാകുന്നത്? സ്മോൾ ഇൻഡസ്ട്രിയിൽ വെച്ച് ഡൈജഷൻ തീർന്നു, എന്നാൽ പോലും വീണ്ടും കുറേ നമുക്ക് വേണ്ട വാട്ടർ കണ്ടൻറ്റുകളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, റീ അബ്സോർബ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് സഹായിക്കുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ലാർജ് ഇൻഡസ്ട്രീൻ എന്ന് പറയുന്നത്. പേര് ലാർജ് ഇൻഡസ്ട്രീൻ എന്ന് കിട്ടിയത് അതിൻ്റെ റേഡിയസ്, അതിൻ്റെ ആരത്തിൻ്റെ നീളം കൂടുതലായതുകൊണ്ടാണ് വൻകുടൽ എന്ന പേര് അതിന് വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രത്യേകം എന്താണ്, ആഫ്റ്റർ, അതായത് നമ്മളെ ഡൈജഷനൊക്കെ പൂർത്തിയായതിനു ശേഷവും പിന്നെയും ലെഫ്റ്റ് ബിഹൈൻഡ്, അതായത് വീണ്ടും കിടക്കുന്ന ചില എലമെൻറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അബ്സോർവ് ചെയ്യേണ്ടി വരും. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് ലാർജ് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പ്രോസസ്സുകളെന്ന് പറയുന്നത്. ഓക്കെ, എ മേജർ പോർഷൻ ഓഫ് സാൾട്ട് ആൻഡ് വാട്ടർ ലെഫ്റ്റ് ആഫ്റ്റർ അബ്സോർപ്ഷൻ ഇൻ സ്മോൾ ഇൻഡസ്ട്രീൻ. അപ്പോൾ എന്ത് ചെയ്യും, കുറേ അധികം എന്ത് ചെയ്യും, സാൾട്ടും വാട്ടറും നമ്മൾ ഡൈജഷൻ അല്ലെങ്കിൽ സ്മോൾ ഇൻഡസ്ട്രീൻ അബ്സോർവ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ എന്ത് ചെയ്യും, ബാക്കി പത്രമായി കിടക്കും. അപ്പോൾ അതിനെ അബ്സോർവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത് വൻകുടൽ എന്ന് പറയുന്ന ഭാഗം, അതായത് ലാർജ് ഇൻഡസ്ട്രീൻ എന്ന് പറയുന്ന ഭാഗം. ഒപ്പം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ചില ബാക്ടീരിയാസ് ഇവിടെ താമസിക്കുന്നുണ്ട് നമ്മുടെ ലാർജ് ഇൻഡസ്ട്രിയിൽ. സെർട്ടൺ ബാക്ടീരിയാസ് റിസൈഡിങ് ഇൻ ദി ലാർജ് ഇൻഡസ്ട്രീൻ പ്രൊഡ്യൂസ് സബ്സ്റ്റൻസ് ലൈക്ക് വിറ്റാമിൻ കെ. അപ്പോൾ എന്താണ്, ഇവിടെ റെസിഡ്യുവലായിട്ട് അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന ചില ഇനം ബാക്ടീരിയാസ് ഉണ്ട്. ആ ബാക്ടീരിയാസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, വിറ്റാമിൻ കെ ലൈക്ക് സബ്സ്റ്റൻസ് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ വിറ്റാമിൻ കെ അബ്സോർവ് ചെയ്യാൻ സഹായിക്കുന്നതും ആരാണ് നമ്മുടെ ലാർജ് ഇൻഡസ്ട്രീനാണ് സഹായിക്കുന്നത്. അപ്പോൾ വിറ്റാമിൻ കെ അബ്സോർവ് ചെയ്യാൻ സഹായിക്കുന്നതും ഈ പറയുന്ന ലാർജ് ഇൻഡസ്ട്രീനാണ്. വിറ്റാമിൻ കെ നമുക്ക് എന്തിനാണ് ഉപയോഗപ്പെടുത്തുന്നത്, വിറ്റാമിൻ കെ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. അതായത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ കെ അല്ലെങ്കിൽ വിറ്റാമിൻ കെ എന്നറിയപ്പെടുന്ന എലമെൻറ്റ്. അപ്പോൾ അത് പ്രധാനമായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഈ ലാർജ് ഇൻഡസ്ട്രിയിൽ താമസിക്കുന്ന റെസിഡ്യുവൽ ചെയ്യുന്ന ബാക്ടീരിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വിറ്റാമിൻ കെ ആണ്. അത് നമ്മുടെ ലാർജ് ഇൻഡസ്ട്രിയിൽ അബ്സോർവ് ചെയ്ത് നൽകുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യും, ഈ ഡൈജസ്റ്റീവ് പ്രോസസ്സുകളൊക്കെ തീർന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ വേസ്റ്റ് എന്ത് ചെയ്യും, റെക്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ആ സ്റ്റോർ ചെയ്ത് വെക്കുന്ന റെക്റ്റം എന്ന് പറയുന്നത് എന്ത് ചെയ്യും, നമുക്കത് ഫില്ലാകുമ്പോഴത്തേക്കും എലിമിനേറ്റ് ചെയ്യും ത്രൂ ANS, അതായത് മലാശയത്തിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുകയും മലദ്വാരത്തിലൂടെ എന്ത് ചെയ്യും, പുറന്തള്ളി വിടുകയുമാണ് എന്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം എന്ത് ചെയ്യുന്നു, റെക്റ്റത്തിൽ സ്റ്റോർ ചെയ്യുന്നു, എലിമിനേറ്റഡ് ത്രൂ ANS. അത് ANS വഴി എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് ഓർത്ത് വെച്ചിരിക്കും. അപ്പോൾ ഒരു ഡൈജഷൻ കോമൺലി തീരണമെങ്കിൽ ഏകദേശം 4 മുതൽ 5 മണിക്കൂറുകൾ എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഡൈജസ്റ്റീവ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവണമെങ്കിൽ 4 മുതൽ 5 മണിക്കൂർ വരെ ടൈം വേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കുക, നമുക്കൊരു ചെറിയ ഇടവേള വേണം. രാവിലെ കഴിച്ചാൽ പിന്നെ ഉച്ചയ്ക്ക് പിന്നെ രാത്രി, അല്ലാതെ ഒരു 4-5 നേരം എന്ത് ചെയ്യരുത്, ആഹാരം കഴിക്കരുത്. കാര്യം ദഹിക്കാനുള്ള അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് പ്രോസസ്സ് നടക്കാനുള്ളൊരു ടൈം കൂടി നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത് എപ്പോഴും ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു മേഖലയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഫാസ്റ്റ് ഫുഡ് നമുക്കറിയാം, കടകളിൽ പോയി വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് അത്യാവശ്യമുണ്ടെങ്കിൽ നമ്മൾ കടകളിൽ പോയി ആഹാരം മേടിച്ച് കഴിക്കും. പക്ഷേ സ്ഥിരമായി ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവരുടെ എണ്ണം അനുദിനം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഫാസ്റ്റ് ഫുഡ് അനുദിനം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ശീലം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഫാസ്റ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് എന്താണ് ദോഷം?
അല്ലെങ്കിൽ നമ്മുടെ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെയുള്ള ഭക്ഷണമാണ് കൂടുതൽ കഴിക്കേണ്ടത്, നമ്മുടെ ബോഡിക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഫുഡ് എന്താണ് എന്നുള്ള ചോദ്യത്തിനാണ് നമ്മൾ ഇനി ഉത്തരം കണ്ടെത്താനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ടും നമുക്ക് അത്യാവശ്യം എല്ലാ ആഹാരങ്ങളും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ശരീരമാണ് മനുഷ്യൻ്റേത്, അല്ലേ? എന്നാൽ നമ്മൾ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഫൈബർ കണ്ടൻ്റ് അടങ്ങിയ ഭക്ഷണം എന്ന് പറയുന്നത്. അതായത് നാരടങ്ങിയ ഭക്ഷണം. ദഹനപ്രക്രിയ കൂടുതൽ ലളിതമാക്കാനും കുറച്ചുകൂടി മികച്ചതാക്കാനും സഹായിക്കുന്ന ഘടകമാണ് എന്തെന്ന് പറയുന്നത് നാര് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നത്, അല്ലെങ്കിൽ ഫൈബർ കണ്ടൻ്റ് അടങ്ങിയ ഭക്ഷണം. എനിക്കറിയാം, മാങ്ങയൊക്കെ നമ്മൾ വായിലിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ പല്ലിൻ്റെ സൈഡിനൊക്കെ എന്ത് ചെയ്യും, നാരുകൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നാരടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചാൽ ദഹനപ്രക്രിയ കുറച്ചുകൂടി എന്ത് ചെയ്യും, ഈസി ആവും. ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് നടക്കും. ഓക്കെ, അതുപോലെ തന്നെ നാരടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ പ്രോസസ്സ് ഈസി ആവും. അത് നമ്മുടെ ബോഡിക്ക് ഏറ്റവും ആപ്റ്റാണ്. അപ്പോൾ ഫാസ്റ്റ് ഫുഡ് കുറയ്ക്കിയ കാര്യം അതെന്ത് ചെയ്യും, ഫാറ്റ് കണ്ടൻ്റൊക്കെ കൂട്ടാറുണ്ട്. ഓക്കെ, അതായത് ജങ്ക് ഫുഡ്, നമുക്കെപ്പോഴും ജങ്ക് ഫുഡിനോടാണ് ഇഷ്ടം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്സ് അതുപോലുള്ള ബേക്കറി ഐറ്റംസ് കഴിക്കാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. എന്നാൽ അതൊക്കെ എന്ത് ചെയ്യുക, കുറയ്ക്കുക. ഓക്കെ, നമുക്ക് ഇഷ്ടത്തിനും നമ്മുടെ ആവശ്യത്തിനും വേണ്ടിയാണ് ആഹാരം കഴിക്കേണ്ടത്, അല്ലാതെ അധികമായല്ല ഒരിക്കലും കഴിക്കേണ്ടത്. നമ്മുടെ ബോഡിക്ക് ദോഷം ചെയ്യുന്ന തരത്തിൽ ഒരു വിധത്തിലും എന്ത് ചെയ്യരുത്, ആഹാരം കഴിക്കണം. അപ്പോൾ പ്രധാനമായിട്ടും ഈ പാഠം അവസാനിക്കുന്നത് മികച്ച ഒരു ഡൈജസ്റ്റീവ് പ്രോസസ്സ് നമുക്കുണ്ടായാൽ മാത്രമേ നമ്മുടെ ശരീരം എന്ത് ചെയ്യുള്ളൂ, പൂർണ്ണമായും ആരോഗ്യകരമായി ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നല്ലൊരു നാളേക്ക് വേണ്ടി നല്ലൊരു ദഹനപ്രക്രിയ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് പ്രോസസ്സ് നടത്താൻ വേണ്ടി നല്ല ഭക്ഷണങ്ങൾ എന്ത് ചെയ്യുക, കഴിക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് സന്തോഷവും ആരോഗ്യവും നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. ഹിയർ സൈനിങ് ഔട്ട് ബൈ ലെറ്റ്സ് ടോക്ക് വിത്ത് ശരത്. ബൈ ബൈ.